തലേ ദിവസം ചെറുപയർ നനയ്ക്കാൻ മറന്നുപോയ കാരണം കൊണ്ട് ആദ്യം തന്നെ ഞാൻ ചെറുപയർ അങ്ങോട്ട് വേവിക്കാൻ വെച്ചിട്ടോ. അതിൽ കുറച്ച് ഉള്ളിയും 2 പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ച്. അപ്പോൾ ഇന്നലെ അപ്പത്തിനുള്ള മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പവും ചെറുപയർ കറിയാണ്. അപ്പോൾ ഇവിടെ വെള്ളയപ്പച്ചട്ടി ഇല്ലാത്ത കാരണം കൊണ്ട് ദോശത്തവയിലാണ് കേട്ടോ നമ്മൾ ദോശ പോലെ ചുട്ടെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ രാവിലെ എണീറ്റ പാടുള്ള എൻ്റെ കോലാന്നത്. അപ്പം ഞാൻ ക്യാമറ ഓണാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ കേട്ടോ, എൻ്റെ നോട്ടം മുഴുവൻ പിന്നെ ക്യാമറയിലേക്കായിരിക്കും. നോക്കുക, ഇടയ്ക്ക് ചിരിക്കുക, പിന്നെ നോക്കുക, പിന്നെ ഇടയ്ക്ക് ചിരിക്കുക. അപ്പോഴേക്കും ഞാൻ ഏട്ടന് അപ്പവും കറിയൊക്കെ കൊടുത്ത് ഏട്ടൻ പോയി കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും ചായ കുടിച്ച് പിന്നെ ഉച്ചക്കത്തേക്കുള്ള കറിക്കുള്ള നോക്കാമെന്ന്. അപ്പം ഞാനിന്ന് വെള്ളരിക്കയും ഉണക്കച്ചെമ്മീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അത് എൻ്റെ ചെറുപ്പത്തിലൊക്കെ അമ്മ എനിക്ക് ഉണ്ടാക്കി തരലുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ചെറിയൊരു കഷ്ണം വെള്ളരിയും 1 തക്കാളിയും 2 പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചേ. എന്നിട്ട് അതിലേക്ക് ഒരു അരമുറി തേങ്ങയും ചെറിയ ജീരകവും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നല്ലോണം അരച്ചെടുത്ത്. അപ്പോഴേക്കും നമ്മുടെ വെള്ളരിക്കൊക്കെ വെന്ത് കറക്റ്റായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് ഞാൻ അരപ്പിട്ട് കൊടുത്ത്. അപ്പോൾ ഞാൻ റൂമിൽ വന്ന് നോക്കുമ്പോഴത്തേക്കും പിള്ളേരൊക്കെ ഇവിടെ ഇരുന്നിട്ട് മറ്റേ ചാമ്പയ്ക്ക തിന്നുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അമ്മ അതൊക്കെ മുറിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കഴുകിയിട്ട്. അപ്പം ഞാൻ ഉണക്കച്ചെമ്മീൻ ഇതുപോലെ വറുത്തിട്ട് കഴുകിയെടുത്തിട്ട് എന്നിട്ട് അതും കൂടെ അതിലിട്ട് കൊടുത്തിട്ടാ. അപ്പോൾ വെന്ത് കഴിയുമ്പോഴത്തേക്കും കറി സെറ്റാണ്. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പില ഇട്ട് കൊടുക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലവ് യു ഓൾ.